സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീയം ദശകം 6 നമ്മൾ അതിലത്തെ ശ്ലോകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 8ാമത്തെ ശ്ലോകം വരെ 6ാമത്തെ ദശകത്തിൽ 8 വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ തന്നെ ഭഗവാന്റെ ശരീരത്തിൽ 14 ലോകങ്ങളും കാണുന്ന പല പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ ശരീരത്തിൽ തന്നെ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രരൊക്കെ നമുക്ക് അവരുടെ ഉൽപ്പത്തി സ്ഥാനം അല്ലെങ്കിൽ അവരുടെ ഭവനം ഭഗവാന്റെ ശരീരമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ഭഗവാൻ തന്നെ. ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലും പറയുന്നത് ഈ ഒരു സംസാര ചക്രം ഉണ്ടല്ലോ, ഇതൊരു ചക്രമാണല്ലോ. പലതും വരുന്നു, നിലനിൽക്കുന്നു, ലയിക്കുന്നു. ഇതൊരു സംസാര ചക്രം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സംസാര ചക്രം അതിൻ്റെ ആ ക്രിയ, അതിൻ്റെ ചലനക്രിയ, അത് ഭഗവാന്റെ ക്രിയകളാണ്. ഈ സംസാര ചക്രം തന്നെ ഭഗവാന്റെ ക്രിയകളാണ്. അതുപോലെ ഭഗവാന്റെ വീര്യം അസുരഗണങ്ങളാണെന്ന് പറയുന്നു. അങ്ങനെ വൃക്ഷങ്ങൾ, രോമങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ശ്ലോകം 9, 6ാമത്തെ ദശകത്തിലെ ശ്ലോകം 9ലേക്ക് എല്ലാവർക്കും നമസ്കാരം. നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖിലഗുരു ഭഗവൻ നമസ്തേ. വായിക്കാം. ഗണേശായ നമ, സരസ്വതി നമ. സംസാരചക്രമയീ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോ അസ്തി കുലാനി ശൈലാഃ നാട്യസമുദയാസ്തരവശ്ചരോമഃ ജീയാദിദം വപുര അനിർവചനീയമീശഃ. അപ്പോൾ ഒന്നും കൂടെ ചൊല്ലാം. ശ്ലോകം 9. സംസാരചക്രമയീ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാ അസുരഗണോ അസ്തി കുലാനി ശൈലാഃ നാട്യസരിത്സമുദയാസ്തരവശ്ച രോമാ ജീയാദിദം വപുർ അനിർവചനീയമീശ. എന്താണ് പറയുന്നത് നോക്കാം. അതിൻ്റെ ആ ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം. ഐ ചക്രധര എന്ന് പറയുന്നു. ചക്രധര ഈശ, ചക്രധാരിയായ ഭഗവാൻ ഈശ്വരൻ ഗുരുവായൂരപ്പൻ എന്നാണ്. ഐ ചക്രധര ഈശ, ചക്രധാരിയായ ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രത്തെയാണ് അത് കാണിക്കുന്നത്. തേ ക്രിയ, തേ അങ്ങയുടെ ക്രിയകൾ, അങ്ങയുടെ ക്രിയകൾ ഗുരുവായൂരപ്പ, അങ്ങയുടെ ക്രിയകൾ. സംസാരചക്രമാകുന്നു, അങ്ങയുടെ ക്രിയകൾ സംസാരചക്രമാകുന്നു. അപ്പോൾ ഈ സംസാര ചക്രത്തിൽ എന്തൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ടോ, ഇതെല്ലാം ഭഗവാന്റെ ക്രിയകളാണ് എന്ന്. വീര്യം മഹാസുരഗണ, ഭഗവാന്റെ വീര്യം മഹാന്മാരായ അസുരന്മാരുടെ ഗണമാകുന്നു. അതുപോലെ അസ്ഥികുലാനി ശൈല, ഭഗവാന്റെ അസ്ഥി സമൂഹം പർവ്വതങ്ങളാകുന്നു. ഭഗവാന്റെ അസ്ഥിയാണ് നമ്മൾ പർവ്വതങ്ങളായിട്ട് കാണുന്നത്. നാട്യ സരിത് സമുദയ, നാഡികൾ സരിത്തുക്കളാകുന്നു, നദികൾ. അതുപോലെ തരവരോമശ, തരവ എന്ന് പറയുമ്പോൾ പിന്നെ വൃക്ഷങ്ങൾ, തരുക്കൾ രോമങ്ങളാകുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന വൃക്ഷങ്ങളൊക്കെ ഭഗവാന്റെ ശരീരത്തിലെ രോമത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ സമുദ്രങ്ങളൊക്കെ ഭഗവാന്റെ നാഡികളാണെന്ന്. അനിർവചനീയം ഇതം വപു, ഈ അനിർവചനീയമാണ്, നിർവചിക്കാൻ കഴിയാത്തതാണ്. ഇതം വപു, ഈ വപുസ്, ഭഗവാന്റെ ഈ വപുസ്, ഈ ശരീരം അനിർവചനീയമാണ്. ജീയാത്, ഇത് ജയിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ചക്രധാരിയായ ഈശ്വര, അല്ലയോ ചക്രധാരിയായ, ചക്രം കയ്യിൽ ചക്രപാണി എന്നൊക്കെ വിളിക്കില്ലേ,
വിഷ്ണു ഭഗവാനെ. അപ്പോൾ ചക്രധാരിയായ ഈശ്വര, ഭഗവാന്റെ ക്രിയകൾ സംസാര ചക്ര പ്രവർത്തനമാകുന്നു ഭഗവാന്റെ ക്രിയകൾ. അതുപോലെ ഭഗവാന്റെ വീര്യം, ഭഗവാന്റെ ഉള്ളിലെ ആ വീര്യം ഉണ്ടല്ലോ, അത് അസുരന്മാരാണ്. അതുകൊണ്ടാണ് അസുരന്മാരെപ്പോഴും പിന്നെ യുദ്ധവും ഒക്കെ ആയിട്ട് നടക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ പിന്നെ അതുപോലെ ഒരുപാട് ആവശ്യമില്ലാത്ത അധർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കഥകളിലൂടെയൊക്കെ. അപ്പോൾ അവരുടെ ഉള്ളിലൊരു വീര്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യാനുള്ള വീര്യം. അത് ഭഗവാന്റെ വീര്യം തന്നെയാണ് അസുരഗണങ്ങളായിട്ട് മാറിയിരുന്നത്. അപ്പോൾ എല്ലാം ഭഗവാനാണ് ദേവന്മാരും അസുരന്മാരും ഒക്കെ എന്ന് പറയുന്നത്. അസ്ഥി സമൂഹം പർവ്വതങ്ങളാകുന്നു. അസ്ഥികളുണ്ടല്ലോ, ഈ അസ്ഥികളാണ് പർവ്വതങ്ങളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നാഡികൾ സരിത്തുക്കളുടെ സമൂഹമാകുന്നു. അപ്പോൾ നാഡികളാണ് ഈ സമുദ്രങ്ങളായിട്ട് മാറിയത്, അതാണ് സരിത്തുക്കൾ. വൃക്ഷങ്ങൾ ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങളാകുന്നു. അപ്പോൾ ഇപ്രകാരം നിർവചിക്കാനാവാത്ത മാഹാത്മ്യമുള്ള വപുസ്സാണ് ഭഗവാനുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിനു മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും, കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ ചെവികൾ ദിക്കുകളാണ്. ഇങ്ങനെ ദേവൻ ഭഗവാന്റെ സ്തനങ്ങളാണ്. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഈ ഒരു പിന്നെ പ്രപഞ്ചത്തെ തന്നെ ഭഗവാനായിട്ട് കാണാം, അല്ലെങ്കിൽ ഭഗവാനിൽ പ്രപഞ്ചത്തെ കാണാം, രണ്ട് തരത്തിലും പറയാം. അപ്പോൾ ഇവിടെ ഈ ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗവതമൊക്കെ വായിക്കുന്നവർക്ക് ആ ഒരു അതിൽ തന്നെ വിരാട് രൂപ വർണ്ണനയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും വളരെ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അവിടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് 2-3 സ്കന്ധങ്ങളിലൊക്കെ ഭാഗവതത്തിൽ. അപ്പോൾ അതും വായിക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പമായിരിക്കും. കാരണം ഭാഗവതത്തിൻ്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണല്ലോ ഈ നാരായണീയം. അങ്ങനെ മേൽപ്പത്തൂർ നമുക്ക് ഭഗവാന്റെ മഹിമ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. യോഗീന്ദ്രാണാം ത്വദംഗേശതീയസമുദ്രം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരിവിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധു ഹൃത്വാ നിശേഷതാപാൻ പ്രതിശത് പരമാനന്ദ സന്തോഹലക്ഷ്മീ. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഇന്ന് ദശകം 6-ലെ 9ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമ്യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. നാരായണ 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 നാരായണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.